സത്യട്ടാ, സത്യത്തിന് എന്തെങ്കിലും ആലോചിച്ചിരിക്കണം. എന്തെത്ര ആലോചിക്കാൻ? ആലോചിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറെ കാശ് കിട്ടാനുണ്ട്. പൈസ കൊടുത്തത് ചിട്ടിക്ക് കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. ആ ചിട്ടി കമ്പനി പൊളിഞ്ഞു, അതൊന്നും കിട്ടാനില്ല. കുറച്ച് പൈസ ആർക്കൊക്കെ കടം കൊടുത്തു, അത് കിട്ടാനില്ല. ഒരു മാസത്തിനാന്ന് പറഞ്ഞിട്ട് മേടിച്ചു വിട്ടാൽ കാശ് ഒരു കൊല്ലമായിട്ട് കാശ് കിട്ടുന്നില്ല. 4-5 ലക്ഷം ഉറുപ്പിയാണ് പുറത്ത് കിടക്കണം. ഇതൊക്കെ കിട്ടാൻ എന്താ മാർഗം? വല്ല മാർഗം ഉണ്ടോന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ സത്യം? പറയട്ടെ. അതെ, ഈ പൈസയില്ലേ, പൈസ നമ്മുടെ കയ്യിൽ കൂടെ വന്നു പോകുന്നേ ഉള്ളൂ. പൈസക്ക് ശരിക്കും നമ്മളല്ല അതിന്റെ ഉടമസ്ഥൻ. അതാദ്യം. പിന്നെ ഇനിയിപ്പോ നമുക്ക് കുറച്ച് നഷ്ടം വന്നു, പക്ഷെ അതൊന്നും ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല സത്യട്ടാ. എന്താ അറിയോ, ഈ ലാഭം നഷ്ടം, അതുപോലെ സുഖം ദുഃഖം, ആരോഗ്യം അനാരോഗ്യം, അതുപോലെ ഉയർച്ച താഴ്ച, ഇതൊക്കെ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. നമുക്കിപ്പോ നഷ്ടം വന്നു വെച്ചാൽ ഇനിയൊരു കാര്യത്തിൽ നമുക്ക് ലാഭം കിട്ടും. ഒന്നിനൊന്ന് അത് കോംപ്ലിമെന്റ് ചെയ്യാം. അതായത് ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവും സത്യട്ടാ. ഒരു സുഖം വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കണം, അടുത്ത് തന്നെ ഒരു ദുഃഖം നമുക്ക് വരാനുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടായാൽ നമ്മൾ 2 കാര്യത്തിലും രണ്ടും വരുമ്പോ, സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും, ലാഭം വരുമ്പോഴും നഷ്ടം വരുമ്പോഴും നമ്മളൊരു സമചിത്തത പാലിക്കും. ആ സമചിത്തത പാലിക്കണം. അതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. സത്യമായിട്ട് ഒരു കാര്യം ചെയ്യും. ഞങ്ങൾക്ക് ഈ നവംബറില് ഞാൻ നോക്കൂപ്പോ, ഞാൻ വല്ലതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഞാൻ വല്ലതിനെ കുറിച്ച് സങ്കടപ്പെടാറുണ്ടോ? ഞാൻ ഈ ആർട്ട് ഓഫ് ലിവിംഗിൽ പോയതിനു ശേഷം സത്യമായിട്ടാ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കാത്ത, എപ്പോഴും ഞാൻ സന്തോഷത്തോടെ ഇരിക്കണത്. സത്യമായിട്ട് ഈ നവംബർ 2-ാം തീയതി പുതിയൊരു ബാച്ച് തുടങ്ങുന്നുണ്ട്. സത്യമായിട്ട് ആ കോഴ്സ് ചെയ്യും, അപ്പോഴേ ശരിയാവുള്ളൂ. അപ്പൊ സത്യമായിട്ട് മനസ്സിലാവും നമ്മൾ ഇതൊന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലാന്ന്. സത്യമായിട്ട് ചകോര പക്ഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ചകോര പക്ഷി എങ്ങനെയറിയോ? ഞാൻ പറഞ്ഞുതരാം. ഈ ചകോര പക്ഷി ആൺപക്ഷി കേട്ടോ. പെൺപക്ഷി എങ്ങനെയാ വെച്ചാ അത് മുട്ടയൊക്കെ ഇട്ടിട്ട് അതിനെ വിരിയിക്കാനായിട്ട് ആയാല് ഈ ആൺപക്ഷി എന്ത് ചെയ്യോ, അതിനെ ഒരു കൂടുണ്ടാക്കി ആ ഉള്ളിലാക്കി അതിന്റെ മുകളിൽ ഒരു ആവരണം ഉണ്ടാക്കി കൊക്ക് മാത്രം പുറത്തേക്ക് വരും. എന്നിട്ട് ഈ ആൺപക്ഷി എല്ലാ ഭക്ഷണ സാധനങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ട് കൊണ്ടുവന്ന് ഈ കൊക്കിൽ കൊടുത്തിട്ട് കാത്തിരിക്കും. പുറത്തിങ്ങനെ കാത്തിരിക്കും. ഇരിക്കുമ്പോ അത് എന്ത് ചെയ്യോ, ചന്ദ്രന്റെ വെണ്ണിലാവൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കും. അത് കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ചും ചിന്തിക്കില്ല, വരാൻ പോണ ദിവസങ്ങളെ കുറിച്ചും ചിന്തിക്കില്ല. ഈ ചകോര പക്ഷിയൊക്കെ പ്രകൃതിയുടെ ഒരു ഭാഗമല്ലേ സത്യേട്ടാ? ശരിക്കും നമുക്ക് അതിനെയൊക്കെ കണ്ട് പഠിക്കാനുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ സത്യേട്ടന് ആ ചകോര പക്ഷിയുടെ ഒരു പാട്ട് വെച്ച് തരാം. സത്യേട്ടന്റെ മൂടൊക്കെ ഒന്ന് മാറട്ടെ. ആ പാട്ട് കേട്ടോളൂ. അടുത്ത നവംബർ 2-ാം തീയതി സത്യേട്ടൻ ചേരണം കേട്ടോ. ഓക്കെ. എഗ്രീഡ്? ഓക്കെ. ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ അവയുടെ മൗനത്തിൽ കൂടണയും അനുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ അന്തരാർത്ഥങ്ങൾ ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ. എന്ത് നല്ലൊരു ജീവിതമായിരുന്നു കുവൈത്തിലായിരുന്നപ്പോ. എല്ലാം വിറ്റ് തൊലച്ച് ഇവിടെ വന്നൊരു ബിസിനസ് തുടങ്ങാന്ന് വെച്ചപ്പോ ആകെ കൂടെ താറുമാറായി. ഒരു നശിച്ച കാലം. ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ ഈശ്വരാ? ആകെ കൂടെ ടെൻഷൻ. തല പൊട്ടി തെറിക്കും പോലെ.
എന്താ ഇപ്പൊ ഇതിനൊരു പരിഹാരം? ഈ വീടും ശുദ്ധവായും നല്ല അന്തരീക്ഷവും സ്നേഹസമ്പന്നരായ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കിട്ടി. അത് മതി. बारकड़ी बोलो कका काका किकी कुकू किके के कई के कई को कौ कम कहा. You finished the other one? I told you yesterday. What is this? Opposite gender plural. What is this? You haven't finished it. I told you last 1 week. You are not doing anything. Sorry ma'am. I'll tell your mother. What? Sorry. Always, whenever I do something, start crying. I don't want anything. Sukash, you have learned Guru, Shishya, Paap, Punya, Mitra. Shatru, Okay. Upakar, Apakar, Rakshak. Bakshak. Okay. Did you finish the homework? No, ma'am. Why? Sorry ma'am, I gone with my father. What? I gone out with my father. I am telling you, don't come to the tuition anymore. Always, you are not doing homework. What is this? Shoo, I'm fed up of these children. Good evening. Good evening ma'am. I have finished all the homework. Oh, you have become good girl. Yes. Okay. Chacha, chichi, okay. Puja, prayer, mitti. Sorry, you have to learn all these meanings, okay? Yes ma'am. What about the maths homework? Oh ma'am, I forgot. What? You forgot? What is this, baby? See, you are a good girl now. Yes ma'am. Tomorrow you have to finish it, okay? Sure ma'am. Okay, bye. Good evening. Good evening ma'am. So, have you finished your homework? No ma'am. What? No ma'am, because No. yeah ma'am, because yesterday I went with my father ma'am to a relative's marriage. Super, Sukash. Huh? Always you have some excuses, na? I thought all these days you are doing nicely. You are a good boy, na? Huh? You are in 8th standard. You have to study, ma. Huh? 2 more years. You will be in 10th class. Okay? Okay. You have to study. Okay. Huh? Shall I tell your mother? No ma'am. Huh? No. Okay. Tomorrow you will do. Okay. Okay? Okay. Okay. Very good boy. Okay? Tomorrow you finish it and come. Okay. Okay? Hey Sukash, nowadays our madam is not strict. What's the matter? My mom told that she is attending some yoga classes and nowadays she is not strict. She is not scolding us, she is not beating us. I think so yoga has more and more benefits. Yeah, my mom told yoga has more and more benefits. Oh, that's the matter. Yeah. Can we go to madam and ask? ഹലോ വസ്തേ, കല്യാണം കഴിഞ്ഞ് എത്ര നേരമായി? എന്ത് പറ്റി മൂഡ് ഔട്ടായിട്ടിരിക്കുന്നത്? എന്താ കാര്യം പറയൂ. എന്താ പറയുക, ഇന്ന് രാവിലെ നിങ്ങൾ എത്ര കോംപ്ലിമെൻ്റ് എനിക്ക് തന്നത് എൻ്റെ സാരീനെ കണ്ടിട്ട്. അതൊക്കെ കൊടുത്തിട്ട് ഞാൻ ഗംഭീരമായിട്ട് പോയപ്പോഴുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് സാരി നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് കിട്ടി. നന്നായിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ജോളിയായിട്ട് അങ്ങനെ ആയിരുന്നു. കല്യാണം അടിപൊളിയായിരുന്നു. പെൺകുട്ടിയും പയ്യനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. സദ്യയൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ കുറേ നേരം കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണ് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടോ. അവളെന്താ പറഞ്ഞതെന്നറിയോ,
ഹായ് വസന്ത, കണ്ടിട്ട് കുറേ ആയല്ലോ, നല്ല സാരി എവിടുന്നാ വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അവൾ ചോദിക്കുകയാണ്, എന്നാലും വസന്ത ഇത്ര നല്ല സാരിയൊക്കെ കൊടുത്തിട്ട് ഈ ജാമ്പവാൻ കാലത്തെ വളയിട്ടിട്ട് വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിട്ടുണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഞാനങ്ങനെ തകർന്നു പോയി. എല്ലാവരും എൻ്റെ സന്തോഷം മുഴുവനും ചോർന്നു. എന്താ ചെയ്യുക, എനിക്ക് അപ്പം തുടങ്ങിയ തലവേദനയാണ്, തീരെ ഒന്നും ശരിയായിട്ടേ ഇല്ല. അതാ ഞാൻ കിടന്നു. ഏയ് ഇതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട വസന്തേ, ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടാൽ മതി. കൂട്ടുകാർ തന്നെയല്ലേ, അവളും മനസ്സോർന്ന് പറഞ്ഞു. ടേക്ക് ഇറ്റ് ഈസി, ബി ഹാപ്പി ആൻഡ് ചിയർഫുൾ. ഓക്കെ. ഏട്ടാ, ഇന്നലെ ഞാനേ വൺ ഡേ ടൂർ പോയതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു കാര്യം പറയാൻ പറ്റും കേട്ടോ. അതായത് ഞങ്ങൾ ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് ഒരു പാട്ട് പാടണം പറഞ്ഞിട്ട് നിർബന്ധിച്ചു. ഞാനെന്ത് ചെയ്തു, നല്ലൊരു നൊസ്റ്റാൾജിക് പാട്ട് പാടി. എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷേ എന്താണെന്നറിയോ, പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടി ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യേ എന്താ വസന്തേ ഇത്, ഇത്ര നല്ല അടിപൊളി പാട്ടുകളുള്ളപ്പോൾ ഇങ്ങനെ പഴയ പാട്ടെടുത്ത് പാടിയിരിക്കുന്നു, നന്നായിട്ട് വേറെ നല്ല പാട്ട് പാടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അന്ന് ഞാൻ ഇതേപോലെ ഒരു കളിയാക്കൽ കേട്ടപ്പോൾ ഡെസ്പറേറ്റായി. ഇതിൽ എനിക്ക് ഡെസ്പറേറ്റ് ആയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അപ്പോൾ പ്രിയാമേൻ പറഞ്ഞു തന്ന നോളജ് പോയിൻ്റ് ഓർമ്മ വന്നു. ഡോണ്ട് ബി എ ഫുട്ബോൾ ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ എന്നുള്ള നോളജ് പോയിൻ്റ്. അപ്പം ഞാൻ പറഞ്ഞു, അത് സാരമില്ല, ഞാനിപ്പോൾ തമാശയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയതല്ലേ, എല്ലാവർക്കും ഒരു രസത്തിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ നല്ല പാട്ട് പാടാം കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും അത് ശരി, ഞാൻ പറഞ്ഞത് ശരി വെച്ചു. വസന്തയുടെ സ്വഭാവം കണ്ടമാനം മാറിയിട്ടുണ്ട്. പഴയ തൊട്ടാവാടി സ്വഭാവം മാറി. ഇപ്പോൾ എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് സംസാരിക്കാനും കൈകാര്യം ചെയ്യാനും അറിയുന്നുണ്ട്. ഇത് ആർട്ട് ഓഫ് ലിവിങ്ങിൽ ചേർന്നതിന് ശേഷമാണ് ഈ മാറ്റം എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഗുരുദേവന് നന്ദി പറയുന്നു. അനന്യ, പാല് കുടിക്കൂ. നമ്മുടെ ചായ തട്ടിടാതെ വേഗം കുടിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. വേഗം ചെയ്യും. തട്ടിട്ടോ? എന്താ അനന്യ എങ്ങനെ കുടിക്കാൻ തന്ന പാല? ഇതൊക്കെ നീ തുടച്ച് വൃത്തിയാക്കിട്ട് വേണം എനിക്ക് പോവാൻ. അല്ലെങ്കിൽ തന്നെ എന്നും ലേറ്റ് ഓഫീസിലേക്ക്. എന്ത് കണ്ടില്ല? എന്റെ തട്ടിട്ടോ? ശരി, അത് കുടിച്ചിട്ട് പോവാൻ. ഞാൻ പോയി ഡ്രസ് ചെയ്യൂ വേഗം. അയ്യോ, ഒറ്റപ്പോയി ഓരോന്ന് ആലോചിച്ചിട്ട് പയ്യന്നെ ടെൻഷൻ. ഡ്രസ്സൊക്കെ ചെയ്തില്ലേ? പാല് കുടിക്കൂ, തട്ടരുത് കേട്ടാ. എന്റെ ചായ വെച്ചിട്ടേ വേഗം കുടിക്കൂ. എന്താണ് ശബ്ദം? പാല് പോയോ? എന്താ അനന്യ? നോക്കിയിട്ട് ചെയ്തുവിടണം. നോക്കണ്ടേ? നമ്മളെ കൈ പാലിരിക്കണ്ടെന്ന് അറിയില്ലേ? സാറില്ല, പോട്ടെ. ഡ്രസ്സിലായോ? ഒന്ന് പോയി തുടച്ചോ. ഡ്രസ്സിലായിട്ട് കുറച്ച് തുടയ്ക്കൂട്ടാ. ഗായത്രി, നീ നീറ്റ് അപ്ലൈ ചെയ്താ? ഇല്ല അമ്മ. അതെന്ത് ചെയ്യാത്തെ? എനിക്ക് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ അതിന്റെ ഡേറ്റ്. എന്ത് മാർക്കില്ലെങ്കിൽ എന്താ കുഴപ്പം? റിപ്പീറ്റ് ചെയ്യാലോ നിനക്ക്, അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? മാർക്കൊന്നും ഇല്ലല്ലോ അമ്മ, എന്തായാലും കിട്ടുമൊന്നുമില്ല. കിട്ടണ്ട, നീ എന്തിനാ ഇത് കഴിഞ്ഞതല്ല ആലോചിക്കുന്നത്? ഇനി നല്ലോണം നിനക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാലോ. എൻട്രൻസ്
റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങുക. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഡെസ്പ് ആവുന്നത്? പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ഉണ്ടാവൂലേ? മോളെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. നീ എന്തിനാ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഗായത്രി? ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. പ്രസന്റ് മൊമെന്റ് ഈസ് ഇൻഎവിറ്റബിൾ. പ്രിയാജ് പറഞ്ഞത് ഓർമ്മയില്ലേ എനിക്ക് യോഗയില്? എനിക്ക് ശരിക്കും എപ്പോഴും എനിക്ക് മനസ്സിന് പോവാത്തൊരു കാര്യമാണത്. ഈ കണ്ണൂര് റീലൊക്കേറ്റ് ചെയ്യുന്നതിനും കോഴിക്കോടാണ് നല്ലത് എന്നുള്ളത്. കാരണം എന്റെ റിലേറ്റീവ്സും എല്ലാം അവിടെ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ അവിടെ ചെയ്തുകൂടായിരുന്നോ എന്ന് എനിക്കത് എപ്പോഴും ഒരു ഞാൻ ഇപ്പം ചെയ്യുന്ന പോലെ തോന്നുന്നു. അടുത്ത് എനിക്ക് എന്താണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു കണ്ണൂര് സെറ്റിൽ ചെയ്ത് കാര്യങ്ങളായി എല്ലാം ആയി. കണ്ണൂര് സ്വന്തം നാടാണ്. പിന്നെ കോഴിക്കോട് കോഴിക്കോടിലേക്ക് ആവശ്യമാണ്. അതിന്റെ ആവശ്യം അതല്ലേ നല്ലത്. ഇനിയിപ്പോ ഉണ്ടാത്ത പണിയല്ലേ ഇതെല്ലാം ഇല്ലാണ്ടാക്കുന്നത്. അതാത് സമയത്ത് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. ശരി, എനിക്ക് വേറെ ഒരു എന്നെ അലട്ടുന്നൊരു വിഷയം പറഞ്ഞാൽ അമ്മേനെ ഇപ്പൊ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നുണ്ട് എന്റെ സിസ്റ്റർ. അപ്പൊ അമ്മ പോവാന്ന് പറയുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം. അത് അമ്മ കുറച്ചു കാലം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പോവാന്ന് പറയുന്നത് അമ്മയെ നോക്കി അമ്മക്ക് വേറെ മക്കളുണ്ട്, വേറെ ആൾക്കാരുണ്ട്. അവർക്ക് കാണണം, അമ്മയുടെ നാട്ടിലേക്ക് പോകണം ആഗ്രഹം ഉണ്ടാവും. അന്നേരം ഇത്രയും കാലം ഞാൻ നോക്കിയല്ലോ, എനിക്കൊരു ചാൻസ് കിട്ടിയല്ലോ എന്ന് വെച്ച് സമാധാനിച്ചിട്ടാണ് ഈ മൊമെന്റിൽ ജീവിക്കുക. ഈ മൊമെന്റിൽ ജീവിക്കാൻ പഠിക്കും. നമ്മള് കുറെ പ്രാക്ടിക്കൽ ആവുക, കാര്യങ്ങളെല്ലാം ശരിയായ വിധത്തിൽ അങ്ങ് മുന്നോട്ട്. കറക്റ്റ്. അത് ഈ സുദർശന ക്രിയയെല്ലാം ചെയ്ത് പഠിച്ചതിന് ശേഷം ഒരുപാട് മാറ്റം വന്നില്ലേ രാജിക്ക് തന്നെ. കാരണം കുറച്ച് പ്രാക്ടിക്കൽ ആവണമെന്ന് തോന്നി. പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടെന്ന് തോന്നി. ഇതെല്ലാം എത്ര നല്ല കാര്യമായി ഇതിന് പങ്കെടുത്തത് കൊണ്ട്. കറക്റ്റ് പറയുന്നത്, കറക്റ്റ്. അതെ, എന്തോ ഒരു ഭാഗ്യത്തിനാണ് എന്റെ ഒരു ഫ്രണ്ടാണ് ഇത് ഫോർവേഡ് ചെയ്തത്. അപ്പൊ ഞാൻ എനിക്ക് വളരെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇപ്പാണ് ഞാൻ വിചാരിക്കുന്നത് നേരത്തെ ഞാൻ ചെയ്യായിരുന്നു. ഓരോന്ന് ചെയ്യിക്കാൻ പഠിക്കും. ഇനി Hi, Jai Gurudev. I belong to you all. ഇത് ബ്രഹ്മസൂത്രയിലെ ഒരു പോയിന്റ് എൻ്റെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ആയി എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് പ്രോഗ്രാം മാഡം ശശി ചന്ദർ ആണ് എന്നെ ദിസ് റെപ്യൂട്ടഡ് സ്കൂൾ ഇൻ ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് ചേർത്തിയത്. എൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ. ആൻഡ് അജീഷ് ആസ് മൈ കറൻറ്റ് കൊളീഗ്. ഐ പ്രൗഡ്ലി ടെൽ ദിസ്. ഇവിടെ പണ്ട് 95 സ്കൂളിൽ ചേർന്നത് തൊട്ട് ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ റെഗുലർലി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തത് രാവിലെ സാരി ഭംഗിയുണ്ട്, അത് ഭംഗിയുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീ ക്ലാസ് എടുത്തത് നന്നായിട്ടുണ്ട്, സംതിങ് ലൈക്ക് ദാറ്റ് വി യൂസ് ടു അപ്രീഷിയേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബ്ലാക്ക് സാരിയാണ് വാങ്ങുന്നത്, അതിൽ ഭയങ്കര പൂക്കളും ഡിസൈൻസും. അപ്പോൾ ഞാൻ ആ സാരി ഒരു പുതിയ സാരി ഉടുത്ത് വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. എനിക്ക് തന്നെ ഒരു മോശമില്ല എന്നൊക്കെ തോന്നി. അവിടെ ചെന്നപ്പോൾ ഓരോരോ ടീച്ചേഴ്സും വിളിച്ചങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഭയങ്കര രസമാണ്. ഒരു ടീച്ചർ വെച്ച് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അപ്പോൾ പറഞ്ഞു അത് നാട്ടിൽ നിന്ന് അസിസ്റ്റൻ്റിലോ കൊണ്ടുവന്നതാണെന്ന്. അപ്പോഴാണ് അവർ പറയണത് ഞങ്ങൾക്കൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഐ വാസ് ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ്. അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർ എതിരിൽ വരുന്നു. അവർ പറഞ്ഞു, അനിത മാം, ഐ വാസ് വെയിറ്റിംഗ് ടു മീറ്റ് യു സിൻസ് മോർണിംഗ്. ഐ ഹാഡ് കണ്ടിന്യൂസ്ലി ക്ലാസ്, സോ ഐ കുഡ്. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതെ, ഇനി മേലിൽ ഈ ബ്ലാക്ക് സാരി ഇടരുത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഒട്ടും സൂട്ടാവുന്നില്ല. യു ലുക്ക് സോ ഡൾ, യു ലുക്ക് സോ പെയിൽ ആൻഡ് യു ടോട്ടലി ലുക്ക് സിക്ലി. മൈ ഗോഡ്, ഐ വാസ് ഷോക്ക്ഡ്. ആൻഡ് 2 ഒപ്പീനിയൻസ് ഹൈലി കോൺട്രഡിക്ടറി. ഇതെന്ത് കഥ? അതോടുകൂടി ഞാനങ്ങോട്ട് ഡൗൺ ആയി. ഐ ഹാവ് ബിക്കം വെരി ലോ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കൺട്രോൾ ചെയ്യും. വീട്ടിലെത്തി ഹസ്ബൻഡിനോട് പറയുന്നവരെ സമാനമില്ല. ഞാനതിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഹസ്ബൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എല്ലാവർക്കും എന്ത് പറഞ്ഞു എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞ് ഒരു അന്നത്തെ ദിവസത്തിനെ പറ്റി പറയും. അപ്പം
ചെന്ന ഉടനെ ഞാൻ പറഞ്ഞു നോ നോ നോ, ഇനി മേൽ വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ടോൾ മീ ദാറ്റ് യു ഷുഡ് നോട്ട് വെയർ ബ്ലാക്ക് സാരി എനിമോർ, ഇറ്റ് ഡസൻറ്റ് സ്യൂട്ട് ഫോർ യു ഓൺ യു അറ്റ് ഓൾ എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ പെയിലാണ്, സിക്ലിയാണെന്നൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ പുള്ളി പറഞ്ഞു അയ്യോ, അപ്പോൾ വേറെ ആരും ഒന്നും പറഞ്ഞില്ല. അയ്യോ 10 പേരാ പറഞ്ഞു രാവിലെ ഭയങ്കര ഇഷ്ടപ്പെട്ടു സാരി കെയറിൽ. ആ പിന്നെ എന്താ വേണ്ടേ? അപ്പോൾ അവർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ചു, ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ വളരെ ദുഃഖിച്ചു. അപ്പോൾ യു ഡോണ്ട് ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾവേസ് യു ഷുഡ് ഹാവ് എൻ ഒപ്പീനിയൻ. അപ്പം ഞാൻ ഒരു വിക്റ്റിമാണ്. ഐ എം എ വിക്റ്റിം ഓഫ് ദിസ് പെർട്ടിക്കുലർ തിങ്. അതായത് മൈ ഹാപ്പിനെസ് ഇസ് ഇൻ അതേഴ്സ് മൗത്ത് എന്നുള്ളതാണ്. അപ്പോൾ അത് പാടില്ല. നമ്മൾ തന്നെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവണം. അതാണ് ഈ ബ്രഹ്മസൂത്രയിൽ നിന്ന് ഒന്നും കൂടി എനിക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റിയത്. ഒരുമാതിരി ഞാൻ ഓവർകം ചെയ്തതായിരുന്നു. പിന്നീട് ഈ ഗുരുക്കളുമായിട്ടുള്ള അടുപ്പൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ അതും കുറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈ AOL ചേർന്ന ശേഷം ഈ ബ്രഹ്മസൂത്രാസ് പഠിച്ചപ്പോൾ ഇതൊന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റി. അതിനെ ഏറെ സഹായിച്ച പ്രിയാജി എന്ന എൻ്റെ ടീച്ചർക്ക് ഒരുപാട് നന്ദി. പിന്നെ എന്നെ ഇതിലൊന്ന് പറയാൻ വിട്ട് സ്വർണ്ണ ചേച്ചിക്കും ജിഷയ്ക്കും ഇനിയും നന്ദി. താങ്ക് യു സോ മച്ച്. ജയ് ഗുരുദേവ്. ഐ ബിലോങ് ടു യു ഓൾ.